ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രിയാണ് വരാൻ പോകുന്നത്. 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി, 1201 കന്നിമാസം 6-ാം തീയതി തിങ്കളാഴ്ച. അന്നു മുതൽ 2025 ഒക്ടോബർ മാസം 2-ാം തീയതി കന്നിമാസം 16-ാം തീയതി വ്യാഴാഴ്ച. അന്ന് വരെയാണ് നമ്മൾ 11 ദിവസത്തെ പൂജകൾ ചെയ്ത് ഭഗവതിയെ പ്രാർത്ഥിച്ച് ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്നത്. ഈ നവരാത്രിയെ ശാരദീയ നവരാത്രി എന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ 9 ദിവസങ്ങൾ ഭഗവതിയുടെ 9 രൂപങ്ങളെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസവും ഭഗവതിയുടെ ഏതൊക്കെ രൂപങ്ങളെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏതു പുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഭഗവതിയെ പൂജിക്കേണ്ടത്, ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, ഏതു നിറങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്, എന്തു വഴിപാടുകളാണ് കഴിക്കേണ്ടത്, എന്തു നൈവേദ്യമാണ് ഭഗവതിക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോ മുതൽ, അടുത്ത നവരാത്രിയുടെ വീഡിയോ മുതൽ വളരെ വിശദമായി ഓരോ ദിവസത്തെ ആയിട്ട് നമുക്ക് പറയാം. അതാത് ദിവസത്തെ ഭഗവതിയുടെ രൂപം, അതുമായി ബന്ധപ്പെട്ട കഥകൾ, നൈവേദ്യത്തിന് ഉപയോഗിക്കേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പൂക്കൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ആളുകൾ പ്രാർത്ഥിക്കുന്ന രീതിയിലും ഒക്കെ തന്നെ വലിയ വ്യത്യാസമുണ്ട്. എങ്കിലും പൊതുവായി നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ ഈ 9 ഭഗവതിയുടെ രൂപങ്ങൾ, ആ 9 വ്യത്യസ്ത രൂപത്തിലുള്ള ദുർഗാദേവിയുടെ ആ രൂപങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആ രൂപങ്ങൾക്കും, ഓരോ രൂപങ്ങൾക്കും, ഓരോ ഭഗവതിയുടെ രൂപങ്ങൾക്കും ഓരോരോ കഥകളുണ്ട്. ആ കഥകളൊക്കെ തന്നെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞ് അതനുസരിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. സാധാരണ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് എന്താണ്, നവരാത്രി തുടങ്ങി നിങ്ങൾ കുട്ടികൾക്കാണ് കൂടുതൽ പ്രാധാന്യമായി നമ്മൾ നവരാത്രിയെ പറ്റി പറയുന്നത്. അതിൽ തന്നെ അവസാനത്തെ 3 ദിവസം, അഷ്ടമി, നവമി, ദശമി, ഇങ്ങനെ ഈ 3 ദിവസങ്ങളാണ് വളരെ പ്രാധാന്യമായി കാണുന്നത്. അതായത് പൂജ വെപ്പുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം പൂജ വെക്കുന്നു, പിറ്റേ ദിവസം നമ്മൾ ഒന്നും പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, അതിൻ്റെ അടുത്ത ദിവസം പോയി എന്ത് ചെയ്യുന്നു, പൂജ എടുക്കുന്നു. ഈ 3 ദിവസങ്ങൾ അതും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഒരു രീതിയാണ് സാധാരണയായിട്ടുള്ള മലയാളികൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. 9 ദിവസങ്ങൾ, ഈ 9 ദിവസങ്ങളിൽ 9 ദേവിയുടെ വ്യത്യസ്ത രൂപങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുക. വ്രതമെടുത്ത് എല്ലാവരും ഇരിക്കുക. 11 ദിവസത്തെ ഉത്സവമാണ് ഈ നവരാത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ ആ നവരാത്രി പൂജയ്ക്ക് വേണ്ടിയിട്ട്, നവരാത്രി ദിവസങ്ങളിൽ വ്രതത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാനസികമായും ശാരീരികമായും തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീടും പരിസരവും എല്ലാം തന്നെ നിങ്ങൾ വൃത്തിയാക്കുക. ഓരോ ദിവസവും ഓരോ മുറികളായിട്ട് വൃത്തിയാക്കുക. തൂത്ത് തുടച്ച് നല്ല ഭംഗിയാക്കി ഇടുക. വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പഴയ തുണികൾ, അങ്ങനെ പഴയ പൊട്ടിയ പാത്രങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് വീട് വൃത്തിയാക്കുക. അതുപോലെ തന്നെ കാലുന്ന വിളക്ക്, അതായത് എണ്ണ കാലുന്ന വിളക്കൊക്കെ ഉണ്ടെങ്കിൽ ആ വിളക്കൊക്കെ മാറ്റുക. നിങ്ങളുടെ പൂജാമുറിയിലെ പടങ്ങളെല്ലാം തന്നെ നല്ല ഭംഗിയായി തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുക. ഇങ്ങനെയുള്ള നവരാത്രി വരുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക. മാനസികമായി നിങ്ങൾ ആ വ്രതത്തിനായിട്ട് തയ്യാറെടുക്കുക. സാധാരണ നല്ല ഉപാസകർ, ഭഗവതിയെ നന്നായി ഉപാസിക്കുന്നവർ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവർ ഏതെങ്കിലും ഒരു പഴവർഗ്ഗം, ആ ഒരു പഴവർഗ്ഗം മാത്രം
അവർ 3 നേരവും കഴിച്ച് ഇരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്. ആരാണത്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്. ഈ ദിവസങ്ങൾ അദ്ദേഹം ഏതെങ്കിലും ഒരു പഴവർഗ്ഗം അത് മാത്രമേ അദ്ദേഹം ഉപയോഗിക്കൂ, അതും ഒരു നേരം. അങ്ങനെ വ്രതമെടുക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ അത്ര കഠിനമായ ദേവി ഉപാസകരാണ്. അതിൻ്റേതായ ഗുണം അവർക്ക് ഉണ്ടാകാനും. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? എല്ലാ ദിവസവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിച്ച് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാരി വലിച്ച് തിന്ന് നമുക്കില്ലാത്ത രോഗങ്ങളൊക്കെ വരുത്തി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന്. പക്ഷേ ചെയ്യാത്ത ആളുകൾ നല്ല ആളുകൾ, അവർക്ക് നല്ല ആരോഗ്യവും ഉണ്ടാകും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ധാരാളമായി നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മളായിരിക്കും അങ്ങനെ ചെയ്യാത്തത്. നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? ഇഷ്ടംപോലെ അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം താഴെ ഇരുന്ന് അരമണിക്കൂർ നാമം ജപിക്കാൻ സാധിക്കുകയില്ല, താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ട്, മുട്ടുവേദന, കാലുവേദന, അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുള്ള മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് പറ്റും. കസേരയിലിരുന്നാണ് പലരും എന്ത് ചെയ്യുന്നത്? വളരെ ചെറുപ്പക്കാർ, പ്രായമായ ആളുകൾ പോട്ടെ, ചെറുപ്പക്കാർ പലരും ഒരു 35-30 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ താഴെ ഇരിക്കാൻ വയ്യാന്നാണ് പറയുന്നത്. കസേരയിലാണ് ഇരിപ്പ്. എന്തുകൊണ്ടാണ്? താഴെ ഇരിക്കുന്നില്ല അവർ സ്ഥിരമായിട്ട്. അതുകൊണ്ട് ഇപ്പോഴും അവർക്ക് മുട്ട് മടങ്ങില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒക്കെ കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കന്നിമാസം തുടങ്ങുമ്പോൾ മുതൽ എല്ലാവരും തന്നെ കഴിവതും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കി വെജിറ്റേറിയൻ ശീലമാക്കുക. അത് നമ്മുടെ ശരീരത്തിന് ഗുണം മാത്രമേ നൽകൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ കൊണ്ടുവരിക നമ്മുടെ ജീവിതത്തിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളും അതുപോലെ ഒന്ന് ശീലിച്ചു നോക്കൂ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു ഫ്രൂട്ട് മാത്രം കഴിച്ച് 3 നേരം ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നേരം ഇരിക്കുന്നു. അദ്ദേഹത്തിന് അത് ശീലമാണ്. അദ്ദേഹത്തിൻ്റെ മാനസികമായ കരുത്തൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ നമ്മളെപ്പോലുള്ള ആളുകൾ, അതായത് അത്രയും മാനസികമായി കരുത്തില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഴവർഗ്ഗങ്ങൾ കൂടുതലായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അധികം കൊഴുപ്പുള്ളതും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കിയിട്ട് വളരെ സാത്വികമായ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നുമില്ലെങ്കിലും ഉള്ളിയും വെളുത്തുള്ളിയെങ്കിലും ആ ദിവസങ്ങളിൽ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒരു വ്രതനിഷ്ഠ കൊണ്ടുവന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 22-ാം തീയതി മുതൽ ഒക്ടോബർ, അതായത് സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 2-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷത്തിനായിട്ട് മാനസികമായും ശാരീരികമായും നിങ്ങളെല്ലാവരും തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. സെപ്റ്റംബർ മാസം 20-ാം തീയതി മുതൽ ഓരോ ദിവസത്തെയായിട്ട് ഞാൻ വീഡിയോ ഇടാം. അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ഏതു ഭഗവതിയുടെ ഏത് രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് നിറമാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് നൈവേദ്യമാണ് ഭഗവതിക്ക് കൊടുക്കേണ്ടത്, ഏത് പുഷ്പങ്ങൾ കൊണ്ടാണ് ഭഗവതിയെ പൂജിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ 20-ാം തീയതി മുതൽ ഞാൻ വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും 20-ാം തീയതി മുതൽ ആ വീഡിയോ നിർബന്ധമായും കാണണം. ഓരോ ഭഗവതിയുടെ രൂപവും ആ രൂപവുമായി ബന്ധപ്പെട്ട കഥകളുമൊക്കെ തന്നെ നമുക്ക് ആ വീഡിയോയിലൂടെ പറഞ്ഞു പോകാം. നിങ്ങളെല്ലാവരും മാധവത്തിൻ്റെ കൂടെ ആ ദിവസങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.